ഇന്ന് വൈകുന്നേരം മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പാൽവാഴക്ക ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. കുറേ ഇങ്ങനെ വിചാരിക്കുന്നത് ഉണ്ടാക്കണമെന്നും. അങ്ങനെ ഞാൻ സാബൂനരിയൊക്കെ വെള്ളത്തിലിട്ട് പാൽവാഴയ്ക്കൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തപ്പോൾ അവരത് കഴിച്ചതേയില്ല, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പം ഞാനും അമ്മയും ഏച്ചിയും കൂടി കഴിച്ച്. പിന്നെ അതാ ഉണ്ണിമോളേച്ചി ഞങ്ങൾക്ക് രാത്രിയിലേക്കുള്ള അലു പൊറോട്ട ഉണ്ടാക്കുക. ആദ്യം പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച്, പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തും പോലെ നന്നായിട്ട് കട്ടിയൊക്കെ കുറച്ച് ഒന്ന് നന്നായി പരത്തിയെടുത്ത ശേഷം ഇരുമ്പിൻ്റെ കല്ലിലിട്ടിട്ടാട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. എങ്കിലേ അതിൻ്റെ ആ ഒരു അലു പൊറോട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ അതാ ഞങ്ങളിങ്ങനെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കളെല്ലാവരും കൂടി വന്ന് അങ്ങനെ ഓരോരോ കളികളും പിന്നെ ഇതാ കുഞ്ഞാവേൻ്റെ പാട്ടും എല്ലാം കേട്ട് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് പണിയെടുത്ത്. പിന്നെ അപ്പുട്ടനും ഉണ്ടേനി. അപ്പുട്ടനിപ്പോൾ വാക്കറിലിരിക്കുന്നതുകൊണ്ട് അവൻ അതിലിങ്ങനെ മെല്ലെ നടന്നോളും. പിന്നെ ഞാനും ഉണ്ണിമുളച്ചിയും മക്കളെ രണ്ടാളെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി. അപ്പം അമ്മ ഞങ്ങളിവിടെ ഉണ്ടായതാ പപ്പായ മുറിച്ച് കൊണ്ടുത്തന്ന്. പിന്നെ ഞാനും അമ്മയും ഉണ്ണിമുളച്ചിയും കൂടി പഠിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാം. ഞങ്ങൾ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടിയിട്ടാട്ടോ കഴിച്ചത്. അലു പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, നല്ലൊരു കോമ്പിനേഷനായി തോന്നിട്ടോ അത്. അല്ലെങ്കിൽ തൈര് കൂട്ടിയിട്ടായിരുന്നു കഴിക്കുക, പക്ഷേ ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിട്ടോ. നല്ല പുളിയുള്ള മാങ്ങേനി.